ഷിബു ചക്രവർത്തി കൂടി പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യം. ഓക്കെ രണ്ടുപേര് വിഷുവിന് ഞങ്ങളുടെ അതിഥിയായിട്ട് വന്നിരുന്നു. നല്ലൊരു ഇന്റർവ്യൂ നമുക്ക് തന്നതാണ്. അപ്പോൾ ഈ പൂരപ്പറമ്പിൽ വരുമ്പോൾ എന്തു തോന്നുന്നു? വളരെ ആവേശമാണ് ഓരോ വർഷം കൂടുമ്പോഴും. അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കൂടെ വരുമ്പോൾ അതാ ശക്തൻ്റെ പ്രതിമയുടെ അപ്പുറത്തായിരുന്നു കാഴ്ച. അത് ഓരോ വർഷം കൂടുന്നതോറും നമ്മൾ വളരുന്നതനുസരിച്ച് കയറി വന്ന് ഇവിടെ എത്തി. അപ്പോൾ അത് ഈ ഒരു എഴുത്തുകാരനായതിനു ശേഷം നമ്മൾ ഓരോ വർഷം തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പാട്ടുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. തവണ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രതീഷ് വേഗയുടെ കൂടെ ചെയ്തൊരു പാട്ടാണ് മനസ്സിലിപ്പോഴും തങ്ങി നിൽക്കുന്നൊരു ഇഷ്ടമുള്ളൊരു പാട്ട്. അതായത് അകലെ വിരിയും ഒരു പുതിയ പുലരിയുടെ പൂരം, അഴകു കുടയും ഒരു ചെറിയ ഇനിയ ചെറുവയിലിൽ തുടരാം എന്ന് പറഞ്ഞിട്ട് പൂരങ്ങളുടെ വമ്പൻ തൃശ്ശൂർ പൂരം വന്നേ. നമ്മൾ പൂരം തുടങ്ങി എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ തുടക്കം തൊട്ട് നമ്മുടെ ചടങ്ങെല്ലാം വിട ചൊല്ലി പിരിയുന്നത് വരെയുള്ള ഒരു പാട്ടിൻ്റെ പല്ലവി അനുപല്ലവി ചരണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പൂരം. പാടിക്കൂടെ? പാടാൻ വലിയ ആഗ്രഹമുണ്ട്. പാട്ടെഴുത്തുകാരൻ അറിയില്ല പാട്ട് പാടാൻ അറിയാത്ത കാരണം കൊണ്ട് കുറേശ്ശെ വായിക്കും, തബല വായിക്കും, അത്രേ ഉള്ളൂ. പാട്ട് ശുഭിചേരനെ കൊണ്ട് അകലെ വിരിയും ഒരു പുതിയ പുലരിയുടെ പൂരം, പൂരം അഴകു കുടയും ഒരു ഇനിയ ചെറുവെയിലിൽ നിരയായി തുടരാം. പൂരങ്ങടെ വമ്പൻ തൃശ്ശൂർ പൂരം വന്നേ, പൂമാനും പൂത്തു നിറഞ്ഞേ പൂരം കാണാൻ. കടത്തിൽ വരവിനു മാറ്റതു കൂട്ടും മഞ്ചാണു വാദ്യങ്ങൾ ആവേശമോടെ ചെമ്പടതാളം മുറുകണ നേരം ഉയരും കരമിതു കടലല പോലെ. പൂരം നെഞ്ചോടു നെഞ്ചിൻ താളം, പൂരം തൃശ്ശൂർ പൂരം മണ്ണോടു വിണ്ണും ചേരും. പൂരം പൂരം നെഞ്ചോടു നെഞ്ചിൻ താളം, പൂരം തൃശ്ശൂർ പൂരം മണ്ണോടു വിണ്ണും ചേരും. പൂരം മലയാളത്തിന് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച എഴുത്തുകാരൻ. നിങ്ങൾക്ക് വയസ്സാകുന്നില്ലല്ലേ? പണ്ട് കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ്. വയസ്സൊക്കെ ഉണ്ട്. കലാകാരന്മാർക്ക് പ്രായം പെട്ടെന്ന് അങ്ങോട്ട് പോകാറില്ല എന്നല്ലേ? ഞങ്ങളുടെ കൂട്ടായ്മയുടെ രചനയുടെ ഏറ്റവും വലിയ ഊർജ്ജം ഞങ്ങളുടെ പാട്ടെഴുത്തുകാർക്ക് ഒരു കൂട്ടായ്മയുണ്ട്. അതിന്റെ പേരാണ് രചന. അപ്പോൾ ഞങ്ങൾ എത്ര പേരുണ്ട് അതില്? അത് ഒരു 68 ഒക്കെ ഉണ്ട്. സിനിമയിൽ പാട്ട് ഒരുപാടുണ്ടായിരുന്ന കാലത്ത് ആകെ 5-6 റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് പാട്ടിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത സമയത്ത് ഇന്ന് 70-നടുത്ത് സജീവമായിട്ടുള്ള പാട്ടെഴുത്തുകാരുണ്ട്. അവരെല്ലാം രചനയിൽ അംഗമാണ്. കാരണം വെച്ചാൽ ഇന്ന് പണ്ട് പാട്ടെഴുതി ഇന്ന് വ്യത്യസ്തമായിട്ട് കുറേയും കൂടി റൈറ്റിനെ പറ്റിയും കോപ്പി റൈറ്റിനെ പറ്റിയൊക്കെ കോൺഷ്യസ് ആണ്. ഒപ്പം തന്നെ അത് ഇവർക്ക് ഒരു റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സോ ഇത് ഞങ്ങൾ യുണൈറ്റ് ചെയ്യേണ്ടതൊരു ആവശ്യമായിരുന്നു. കാരണം IPRS എന്ന് പറയുന്ന ഇന്ത്യൻ പെർഫോമിംഗ് റൈറ്റ് സൊസൈറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് എടുക്കുക, അത് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുക, സ്വന്തം പാട്ടുകൾ അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെയുള്ളൊരു ഒരു ചെറിയ ജോലി അതിൻ്റെ പുറകിലുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു സഹായമായിട്ട് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയൊരു ഗ്രൂപ്പാണ്. പക്ഷെ ഇന്നതൊരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ ഒരു സ്പേസ് ആയിട്ട് മാറിയത്. ഇത്തരം കൂട്ടായ്മകളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണല്ലോ അല്ലേ വർത്തമാന കാലത്ത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം വെച്ചാൽ പണ്ടൊരു പാട്ടെഴുത്തുകാരൻ എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരു പാട്ടെഴുത്തുകാരൻ ഒരുപക്ഷെ അറിയുക പോലും ഇല്ലായിരുന്നു. തീർച്ചയായും. അതേസമയം ഇന്ന് ഞങ്ങളുടെ ആർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഓടിയെത്താൻ ഈ 60 പേരും ഉണ്ടാവും. 1-2 മാസം കൂടുമ്പോൾ ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്, തമ്മിൽ ഇന്ററാക്ട് ചെയ്യാറുണ്ട്, ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. വേണമല്ലോ, ജീവിതം ഒരു ആഘോഷമാണല്ലോ. അപ്പോൾ എങ്ങനെ ഈ പൂരത്തിന് എപ്പോഴും വരാറുണ്ടോ? എല്ലാ വർഷവും വരും. വളരെ അപൂർവമായിട്ട് ജോലിയുടെ ഇടയിലൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെന്ന്, പ്രത്യേകിച്ച് കൈരളിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്തായി പോവുക, അങ്ങനെയൊക്കെയുള്ള ചില ചെന്നൈയിലായതോ അങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, അതും ഉത്രാളിക്ക് പോരാണെങ്കിൽ അതും മിസ് ചെയ്യില്ല, ലീവ് എടുത്തിട്ടായാലും വരും. അത് പിന്നെ കുറേയും കൂടെ പേഴ്സണലാണ്, കുറച്ച്
കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീചാർജിങ് സെന്റർ ആണ്. തീർച്ചയായും. അയ്യോ, അതാണ് ഇത് തരുന്ന ഒരു ഊർജം. അതെ അതെ, പറയാൻ പറ്റില്ല. താളത്തിന്റെയും മേളത്തിന്റെയും ആഘോഷങ്ങളുടെയും. പിന്നെ ഞാൻ എന്താ ചാനലില് ഇരിക്കുന്ന സമയത്താണ് E4 Elephant എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തത്. E4 Elephant, yes. ഏകദേശം 400 എപ്പിസോഡാണ്. എനിക്ക് തോന്നുന്നില്ലേ ഒരു അങ്ങനെ ഒരു ഫിക്ഷൻ അല്ലാത്തൊരു പ്രോഗ്രാം ഇങ്ങനെ ആനകളെ വെച്ചിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളെ കണക്ട് ചെയ്യുകയും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതിന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് ഗൾഫ് ടൈമിൽ രാത്രി 11 മണിക്കായിരുന്നു. ആ ടെലികാസ്റ്റ് എങ്ങാനും നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആനപ്രേമികൾ പ്രശ്നം ഉണ്ടാക്കും. അന്ന് തുടങ്ങിയ ആ ഒരു പ്രോസസ് ആയിരുന്നു പിന്നീട് നമുക്ക് ഗുണകരമാവുകയും എല്ലാ ഉത്സവപ്പറമ്പിലും ആനകളെ റെക്കഗ്നൈസ് ചെയ്ത് ഫ്ലെക്സ് വരാൻ തുടങ്ങിയത്. അതെ, അപ്പോ അത് ആ കാര്യത്തിൽ ഇന്നും നമ്മൾ പ്രൗഡാണ്. ആ കാര്യത്തിൽ ഇന്ന് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ആളുകളുണ്ട്. ഇല്ലാത്ത അസാന്നിധ്യമാണെന്ന് പാമ്പാടി രാജൻ, തെച്ചിക്കോട്ട് രാജൻ, എത്ര ആനകള് എല്ലാ അത് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ ഒരു ആനയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനുഷ്യരുടെ വികാരവും അവന്റെ സ്വത്തുമാണ്. സോ അത് അത്രമാത്രം ഇമോഷണൽ കൂടിയാണ്. അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൈരളിയിൽ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. കാരണം ഒരു ആനയെന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള മനുഷ്യർ അവരെല്ലാം അങ്ങേറ്റതായിട്ടുള്ള ഒരു ഫീലാണത്. അത് അങ്ങേറ്റം വർക്കൗട്ടായ ഒരു പ്രോഗ്രാമായിരുന്നു. ഒരു പാട്ടാവാം. പാട്ട് പാടിക്കാതെ അല്ലാതെ ആണോ? അതെ അതെ അതെ, ജനൻ ടി വിയിലൂടെ പാടാൻ സാധിച്ചു ഒരു പാട്ട്. അയ്യോ, പാട്ട് ഞാൻ പാടില്ല, എഴുത്തേ ഉള്ളൂ. എഴുത്ത് പൂരം നമുക്ക് പാട്ട് എഴുതാൻ പ്രേരകമായിട്ടുണ്ടെന്നല്ലാതെ ഞാൻ പൂരത്തിനെ പറ്റി അങ്ങനെ പാട്ടൊന്നും എഴുതിയിട്ടില്ല. എൻ്റെ പാട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സിറ്റുവേഷൻ ആവശ്യപ്പെട്ടേക്കുന്ന കുറേ പാട്ടുകൾ. അതുകൊണ്ടിട്ട് നമ്മൾ ബാഗി ജീൻസും എഴുതും, ഓർമ്മകൾ ഓടിക്കളിക്കാൻ എഴുതും, പച്ചമാങ്ങ എഴുതും. അതെ, എല്ലാവരും പറയും ചെമ്പരത്തി പൂസ് ഞങ്ങളുടെയൊക്കെ നാട്ടില് ഭ്രാന്ത് വന്ന കാതിൽ വെച്ചിരുന്നതാണ്. ഇപ്പതേ ഒരുത്തരെടുത്ത് പ്രേമഗാനം. വളരെ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പൂരം ആശംസകൾ. താങ്ക് യു.